ഹലോ, നിങ്ങളിത് എവിടാ? പിന്നെ ഇവിടെ ഫംഗ്ഷൻ തുടങ്ങാൻ പോവല്ലേ? അറിയാലോ, കൃത്യമായിട്ട് ഇങ്ങ് എത്തിയേക്കണം. ഓക്കെ, ശരി എന്നാ ശരി. ഷോ, എൻ്റെ ആകെ ഉള്ളൊരു അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ്റെ 90ാമത്തെ പിറന്നാൾ. ഈ 90ാമത്തെ പിറന്നാളിന് കൊച്ചുമോനെ ഞാൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണം. എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് റിസോർട്ട് അറേഞ്ച് ചെയ്ത്, അതും 3 അതൊക്കെ പോട്ട് ഈ പിറന്നാളുകാരൻ ഇവിടെ പോയി കിടക്കുന്നു. അപ്പൂപ്പോ, അപ്പൂപ്പാ, മക്കളെ കാണാനൊക്കെ സുന്ദരനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ താടി മുടി ഒന്ന് ഡൈ അടിക്കായിരുന്നു. എടാ 90 വയസ്സായ എന്റെ അടിക്കാൻ ഡൈ അടിക്കാന്ന് പറയാൻ നീ ആരാടാ? എടാ ഡൈ എന്ന് പറയുന്ന പേര് തന്നെ എനിക്കിപ്പോ പേടിയാണ്. എനിക്ക് ഡൈ ചെയ്യാനേ താല്പര്യമില്ല. അയ്യോ, അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താടാ അപ്പൂപ്പ ഈ ദാസേട്ടന്റെ ഒക്കെ കടുത്ത ആരാധകനാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഓ പിന്നെ അപ്പൂപ്പ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഇന്ന് അപ്പൂപ്പന്റെ നവതിയാണ്. ഞാനെന്നാടാ ഞായറാഴ്ചയാണ്? അതെന്തോ അങ്ങനെ ചോദിച്ചത്? ഞാൻ അവധിയാണെന്ന് പറഞ്ഞു. അവധി എന്നല്ല പറഞ്ഞ, നവതി. നവതി എന്ന് പറഞ്ഞാൽ 90ാമത്തെ ദിവസം. അതെ 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 അതെ. വലിയ വലിയ പരിപാടികളൊക്കെയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. എടാ മക്കളെ, സംഭവങ്ങൾ എല്ലാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോണ പരിപാടി? പരിപാടി എന്ന് പറയുമ്പോ അപ്പൻ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഈ കൂട്ടത്തില്? മിസ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90ാമത്തെ വയസ്സിൽ നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് എന്റെ ദാക്ഷായണി എന്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അതിന് അമ്മമ്മേരെ പേര് രാധയെന്നല്ലേ? ഇത് ഐറ്റം വേറെ. അപ്പൊ നമ്മള് ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നതിന് മുമ്പ് 10 ആള് കൂടുന്നതിന്റെ നടുവിൽ എനിക്ക് അപ്പൂപ്പനെ കിട്ടണമായിരുന്നു. ഞാനടാ ചെങ്കളം മാധവൻ. അയ്യോ അങ്ങനെയല്ല, അപ്പൂപ്പന് വേണ്ടിട്ട് ഞാനൊരു മംഗളപത്രം തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല കാര്യം. ബലൂൺ. ഓ, മനുഷ്യന്റെ ഉയിര് പോയി. മംഗളപത്രം വായിക്കട്ടെ? വായിച്ചോളൂ. തറവാടിന്റെ നെടുന്തൂണാണ് എന്റെ അപ്പൂപ്പൻ. കുട്ടികൾ വളരെ ബഹുമാനിക്കുന്ന ആളാണ് എന്റെ അപ്പൂപ്പൻ. സ്നേഹസ്വരൂപമായ ആളാണ് എന്റെ അപ്പൂപ്പൻ. അവസാനം സ്വത്തല്ല എനിക്ക് എഴുതി തരുന്നത് എന്റെ അപ്പൂപ്പൻ. എടാ, നീ മംഗളപത്രം കൊണ്ടുവന്നപ്പോഴേ മനസ്സിലായി എന്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് എഴുതി മേടിക്കാനുള്ള പരിപാടിയാണ്. ഈ വന്നിരിക്കുന്നവരെല്ലാം എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ വന്നു, അതെല്ലാം നമ്മളപ്പുറത്ത് മാറ്റി വെച്ചു. കൊച്ചുമോനായ നീ എനിക്ക് എന്ത് ഗിഫ്റ്റാ തരുന്നേ? അപ്പൂപ്പ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയാം. സംഗീത പ്രേമിയായ അപ്പൂപ്പന് ഞാൻ തരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലുതാണ്. എന്താണ്? ഈ ലോകം കീഴടക്കുന്ന റാപ്പർ. ഏത് പേപ്പർ? പേപ്പറല്ല, റാപ്പർ ക്രിസ്പിയുടെ പരിപാടി. ക്രിസ്പി ആയാലും ക്രഞ്ചി ആയാലും വന്നിട്ട് നന്നായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യിച്ചാൽ മതി. എൻജോയ് ചെയ്യും. ക്രിസ്പി ആരാ മോയ്? ക്രിസ്പി വന്നിട്ടുണ്ട്. അതേ പറഞ്ഞ ക്രിസ്പി. ഇതാണല്ലേ ക്രിസ്പി? ഹായ് ബ്രോ. പാപ്പി സമാധി. സമാധിയല്ല, നവതി. അവനാ പറഞ്ഞതിൽ കുറ്റബോധമുണ്ട്, അതുകൊണ്ട് അവൻ എന്ന് പറഞ്ഞു. ചേച്ചേട്ടല്ല, മൈക്ക് ചെക്ക് ചെയ്തത്. ആണാ? ഓ മാൻ, എനിക്ക് ഇതിൽ എത്ര ഞാൻ ഉദ്ദേശിക്കുന്ന ഡെസിബൽ വോയിസ് എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ പൊക്കോ, പൊക്കോ, എനിക്കിത് കിട്ടണം. ആ ചെറുക്കാൻ നീ ഇത് എന്നൊക്കെ വിളിച്ചു പറയുന്നു. അവര് നല്ല കിടുക്കായിട്ട് ശബ്ദം കയറ്റി വെച്ചേക്കുവാ. നീ ആദ്യം മൈക്ക് ഓൺ ചെയ്യണം. ഓക്കേ, പൊളിക്കല്ലേ? പൊളിക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം 2 കേസ് വെള്ളം ഞാൻ തന്നിട്ടുണ്ട്. 2 കേസ് സോഡയും ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ പൊതി അവിടെ ഇരിപ്പുണ്ട്. ഒരെണ്ണം പൊട്ടിക്കാം. എന്തിന്? എന്റെ തെറുപ്പ് വീട് ഇരിപ്പുണ്ട്. ഒരെണ്ണം സെറ്റ് ചെയ്താൽ പൊതിയാണെങ്കിൽ ആ പൊതിയല്ല, 4 ദോശ ഒരു സിംഗിൾ ഓംപ്ലേറ്റും വെച്ചൊരു പൊതി അവിടെ ഇരിപ്പുണ്ടെന്ന്. അതിങ്ങായിരിക്കും. എനിക്ക് അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ സംഗീത പ്രേമിയാണ്. കെട്ടടമുക്ക ഇത് മൂന്നാറ് തണുപ്പുള്ള സ്ഥലാണ്, പൊളിയാണ്. ഏതാടാ ഇറൻ? ഇറല്ല, കൊറേ നേരമായി ഇവിടെ എനിക്കെന്റെ ഇറെല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഞാനെല്ലാം ചെയ്യണമെന്ന് അറിഞ്ഞൂടാ കേട്ടെ. ഇപ്പൊ സമാധാനപ്പെട്. പുള്ളി ട്രെൻഡിനൊത്ത ആളാണ്. പുള്ളി ഇപ്പൊ പൊളിച്ചടുക്കും. അപ്പൂപ്പന്റെ ബർത്ത്ഡേ കിട്ടിലുമായിരിക്കും. അപ്പൂപ്പ വന്നിരുന്ന് കാണ്. അതെ, പിന്നെ റാപ്പറേ, അപ്പൂപ്പനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു അടിപൊളി പാട്ടൊന്ന് പാടണം. ഉണ്ട്. മ്യൂസിക് പ്ലീസ്. മ്യൂസിക് പ്ലീസ്. എന്റെ പേരെന്താന്ന് അറിഞ്ഞിട്ടാണ് ഇവ പാട്ട് പാടുന്നത്. പേര് പറയൂ പ്ലീസ്. അപ്പൂപ്പന്റെ പേര് ബേബിച്ചേ. ബേബിപ്പുള്ള ബേബിപ്പിള്ള. Oh, yeah, come on, baby.
കമോൺ ബേബി, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു. അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഉണർന്നേനെ മാധവൻ കുട്ടി. ഇവന്റെ തലയ്ക്കാണോളം. നിർത്തടാ, നിർത്തടാ, നിർത്ത്, നിർത്ത്. ഇങ്ങ് വന്നേ, ഇങ്ങ് ഇവൻ എന്തുവായി ചെയ്ത്? ഇതെന്തുവാണ് സംഭവം? റാപ്പിങ്, ഓപ്പിങ്. എടാ, ഇവന് തലക്ക് ഭ്രാന്താണ്. അതുകൊണ്ടാണ് ഈ മാതിരി. ക്ഷമിക്കണം. ഇപ്പൊ കളിച്ച് പോട്ട്. എടാ, അവനോട് നല്ല രീതിയിൽ പാടാൻ പറയുന്നത്. വന്ന ആൾക്കാരൊക്കെ നമ്മൾ ചീത്ത പറയത്തില്ല. അപ്പൻ ഇതൊന്നും അങ്ങോട്ട് സൂചിക്കൂല. അപ്പന് നല്ല രീതിക്കുള്ള ഒരു പാട്ട്, വേറൊരു ടൈപ്പ് ഒരു പാട്ട് പാട്. ഉണ്ട്, പാട്. റാപ്പർമാർ ഞാൻ നടക്കും. കാരണം ഞാൻ വീട്ടിൽ നടന്നാണ് വന്നത്. നല്ലത് തന്നെ. എന്തെങ്കിലുമൊക്കെ നടക്കും. മ്യൂസിക് ഇത് കേട്ടോ, ഇത് കേട്ടോ, ഇത് കിടക്കുന്ന സാധനം. ഇത് കിട്ടുന്ന സാധനം. എനിക്ക് ക്രിമികേടിയാണ് കേട്ടോ. 30, പിന്നെ 60, പിന്നെ 90. എടാ, ഇവൻ മാറിപ്പോയി അടിച്ചെന്റെ കണക്കൊക്കെ വന്ന് പറയുന്നത്. അതല്ല, അപ്പൻ ആദ്യം 30 വയസ്സ് അത് നമ്മൾ ആഘോഷിച്ചില്ലേ, 60 വയസ്സ് ആഘോഷിച്ചില്ലേ, 90 വയസ്സ് ആഘോഷിച്ചില്ലേ, അതിന്റെ കണക്കാണ് ഈ പറയുന്നത്. അതല്ല, ഓ, പ്രായത്തിൽ പിടിച്ചു പോകുന്ന ഒരു ഐറ്റം ആണത്. അപ്പൊ മ്യൂസിക് പ്ലീസ്, മ്യൂസിക് പ്ലീസ്. 30, പിന്നെ 60, പിന്നെ 90, പിന്നെ 91, പിന്നെ 92. അതോടുകൂടി അപ്പൻ ബാറ്ററി ഷട്ട് ഡൗൺ. കേട്ടവനെ ഒരുപാട് തോന്നാത്ത വിളിച്ചു പറഞ്ഞോട്ടല്ല. എന്ത്? ഞാൻ ഷട്ടൗന്നാവുന്ന കാര്യമാണ് ഇവ പറഞ്ഞോട്ട്. അത് സ്റ്റൈലിൽ അവൻ പാടിയതല്ലേ. മനുഷ്യൻ ജീവിച്ച് കൊതു തീർന്നിട്ടില്ല. അതിന് മുമ്പേ കൊല്ലാൻ നോക്കുവാണ്. ആവശ്യമില്ലാത്ത പ്രശ്നം. ആവശ്യമില്ല. ബി പി കയറ്റല്ലേ, ബി പി കയറ്റല്ലേ. എടാ, ഇവൻ ആരാന്ന് പറഞ്ഞത്? ഇപ്പൊ റാപ്പർ, മ്യൂസിക് റാപ്പറാ. ഇവൻ മ്യൂസിക് റാപ്പറല്ല, മ്യൂസിക് റേപ്പർ. മ്യൂസിക്കിനെ ബലാത്സംഗം ചെയ്തവൻ. അപ്പൊ ചൂടായത് കണക്കിലെടുക്കണ്ട. 1-2 രൂപയല്ല, 6-7 ലക്ഷം രൂപ തന്നിട്ടാണ് ഞാൻ നിങ്ങളോട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൻ ഇംപ്രസ് ചെയ്യുന്ന വേറൊരു പാട്ട് പാട് പ്ലീസ്. ഉണ്ട്, പാട്. മ്യൂസിക് ഉണ്ട്. എന്റെ അമ്മയോ, എന്റെ അമ്മ എന്റെ എഡ്യൂക്കേഷൻ കാലഘട്ടത്തിലുള്ളൊരു പാട്ടാണ്. എഡ്യൂക്കേഷൻ കാലഘട്ടം വിദ്യാഭ്യാസത്തിന്റെ പാട്ടാണ് ആണല്ലേ? അമ്മ കുളിപ്പിച്ചിടുമ്പോൾ എന്തൊരു രസമാ, അമ്മ ഉടുപ്പിടിച്ചിടുമ്പോൾ എന്തൊരു രസമാ, അമ്മ വിളമ്പി തരുമ്പോൾ എന്തൊരു രുചിയാ. എന്നിട്ട് എല്ലിന്റെ ഒന്നും പറയില്ല. ഇപ്പൊ റാപ്പറല്ലേ. എന്നാൽ അമ്മ അടിക്കുമ്പോ കരയും ഞാൻ. എടാ, ഈ പാട്ട് അംഗനവാടി പാടുന്ന പാട്ടല്ലേടാ? ബ്രോ, ഞാൻ അങ്കണവാടി വരെ പോയിട്ടുള്ളൂ. എഡ്യൂക്കേഷൻ അംഗൻവാടി ക്ലോസ്ഡ്. ഇവനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇവൻ പഠിക്കാത്തവരാണ്. സ്കൂളിന്റെ തിണ്ണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമാതിരി കോപ്രായം ഇവിടെ വന്ന് കാണിക്കത്തില്ല. ബ്രോ എന്നാ ബ്രോ, അത് അപ്പൻ അറിവില്ലാതെ. ടെൻഷൻ അടിക്കണ്ട. പിന്നെ ടെൻഷൻ അടിക്കാതെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം ബ്രോ പറയൂ. ഇവന്റെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, അവൻ ചെയ്യും. അപ്പൻ അത് ഇഷ്ടപ്പെടും. ബ്രോ, വേറൊരു പാട്ടൊന്നും. എനിക്ക് വേണ്ട കോട്ടാണ് പിടിക്കാത്തത്. വൃത്തികെട്ട ഒരു കോട്ട് ഇട്ടോണ്ട് വന്നേക്കുന്നത്. മരം കൊത്തി കിള്ളിയേ, മരം കൊത്തി കിള്ളിയേ, മ്യൂസിക് പ്ലീസ്. മരം കുത്തി കിള്ളിയേ, നിനക്കെന്ത് ചെയ്തം? പോകണം, കറുമുറ തിന്നണം, കറ തിന്നണം, കറുമുറ തിന്നണം. അയ്യോ, അവിടെ പോയി ഇറടിച്ചേ. അവൻ എന്തായാലും വരാം. ഒരു കാര്യം ഞാൻ പറയുക, മൂന്നാർ പറഞ്ഞിട്ട്
ഇവിടെ മല പോലും ഇല്ലാതായി പോയി. അതുകൊണ്ട് ഞാൻ ഇതിന്റെ മേളിൽ ഇത് ചാടി ആത്മഹത്യ ചെയ്യും. ഇവരെന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അവ എന്തായാലും പോയില്ലേ, ബാ നമുക്ക് കേക്ക് മുറിക്കാം. അവന്റെ തേങ്ങ ഒന്നും വേണ്ടില്ല. എന്റെ ബർത്ത്ഡേ അല്ലേ, എന്റെ ബർത്ത്ഡേ അല്ലേ, ഞാനല്ലേ മുറിക്കണ്ടത്. അയവിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് കയറി അങ്ങനെ ബർത്ത്ഡേ ഉണ്ടാക്കാൻ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ മുറിക്കും. ഒരു കാര്യം ചെയ്യാം, ഈ കേക്ക് എടുത്ത് മൊത്തം ഇവന്റെ വായിക്കാത്തോട്ട് കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഇവൻ പാടത്തില്ലല്ലോ. ഇനി വന്നാ പറഞ്ഞാ മതി. ഞാൻ മരക്കൊത്തിടാ ഇവിടെ വാടാ. ഡാ 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 ഇവിടെ ഇല്ല സ്റ്റേജ്. ഇനി വരണം നീ. ആണെങ്കിലും ഓക്കെ. ഇത്രയും വിളിച്ചു വരുത്തിയ ഗസ്റ്റുകളുടെ മുമ്പിൽ അവൻ കുടവേരം കാണിച്ചോണ്ട് നടക്കുവാണ്. ഞാൻ മാറി നിൽക്കുക. അതിനകത്ത് ഏതാ ആപ്പിൾ ബെല്ലൂൺ എന്നുള്ള കൺഫ്യൂഷൻ. നിങ്ങൾ ആ പിള്ളല്ലോ ചവിട്ടിയത്. മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. നീ എന്തുവാണ് ഇവിടെ പാടിയത്? റാപ്പ്. റാപ്പ് കോപ്പ്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ റാപ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ പാടുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നീ കോപ്രായം കാണിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. എടാ നീയൊക്കെ ഈ റാപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് ഒരുപാട് ജനങ്ങളെ അവിടെ പിടിച്ചിരുത്തി അത് ആസ്വദിപ്പിച്ച നല്ലൊരു കലാകാരനുണ്ടായിരുന്നു. ആ കലാകാരൻ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടിയ ഇരിക്കുന്ന ജനങ്ങൾ പിന്നെ ആ പരിപാടി തീരാൻ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. ആരാണെന്ന് അറിയാവാ? നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ. ഇത് കണ്ട് പഠിക്കണമെന്ന് പറയുന്നില്ല, ഒന്ന് അനുകരിക്കെങ്കിലും ചെയ്യണേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.